പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വെബിനാറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ വെബിനാറിൽ അംബേദ്കറുടെ കൃതികളെയും ജീവിതത്തെയും കുറിച്ച് സംസാരിക്കണമെന്നാണ് എന്നോട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കാലം ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. കാരണം ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സ്ഥിതി പരിഗണിക്കുമ്പോൾ അംബേദ്കർക്കുള്ള പ്രാധാന്യം എത്രയാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്നാൽ അംബേദ്കർക്ക് നമ്മുടെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന കാര്യം നാം ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ട വിഷയമാണെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ആമുഖമായി തന്നെ പറയാനുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നാം എടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം അതിൽ നിന്ന് വ്യക്തമാകും. പ്രധാനമായിട്ടും പൗരത്വ ഭേദഗതി നിയമം പോലുള്ള ജനവിരുദ്ധ നിയമങ്ങൾക്കെതിരായി ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ സമരവുമായി രംഗത്ത് വരികയുണ്ടായി. പ്രത്യേകിച്ചും ഡൽഹിയിലൊക്കെ നടന്ന സമരങ്ങളിൽ ദളിത് വിഭാഗങ്ങൾ ആ സമരങ്ങളിൽ പ്രധാനമായും ഒരു പങ്ക് വഹിക്കുന്നത് നോക്കാം. മാത്രമല്ല മറ്റ് ജീവിതത്തിൻ്റെ ഭാഗങ്ങളിലുള്ള ഇടത്തരക്കാരും കൈവേലക്കാരും ന്യൂനപക്ഷങ്ങളും എല്ലാം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളും ബുദ്ധിജീവികളും ഒക്കെ പങ്കെടുക്കുന്ന സമരങ്ങളാണ്. ഈ സമരങ്ങളിലെല്ലാം അവർ മിക്കവാറും മുന്നിൽ പിടിച്ചിരുന്ന ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചിത്രം അംബേദ്കറിൻ്റേതായി. ഭഗത് സിംഗിൻ്റെയും ഗാന്ധിയുടെയും ചിത്രങ്ങളോടൊപ്പമാണ് അവർ അംബേദ്കറുടെ ചിത്രം മുന്നിൽ പിടിച്ചുകൊണ്ട് സമരത്തിലേക്ക് വന്നതെന്നാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ, ഇന്നത്തെ ഇന്ത്യൻ പ്രതിലോമ രാഷ്ട്രീയത്തിനെതിരായി ഉയരുന്ന ജനങ്ങൾ അംബേദ്കറുടെ പ്രാധാന്യം, ഗാന്ധിക്കും മാർക്സിനോടൊപ്പമുള്ള പ്രാധാന്യം, അംബേദ്കർ ഈ ഭഗത് സിംഗിൻ്റെ ചിത്രം മുന്നിൽ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ മാർക്സിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഭഗത് സിംഗിൻ്റെ ചിത്രവും പിടിക്കുന്നത്. അപ്പോൾ മാർക്സിനും ഗാന്ധിക്കും ഒപ്പം ഇന്ത്യൻ രാഷ്ട്രീയ മുഖ്യധാരയിൽ അംബേദ്കർക്ക് സ്ഥാനമുണ്ട് എന്ന് ജനങ്ങൾ അംഗീകരിക്കുന്നു. ഇനി വരാൻ പോകുന്ന സമരങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ ചിന്താമണ്ഡലത്തിൽ, പ്രത്യേകിച്ചും മുഖ്യധാരാ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രമീമാംസ സമീപനങ്ങളിൽ എത്രത്തോളം ഈ ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യം ബുദ്ധിജീവികൾ അംഗീകരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രധാനമായിട്ടും സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട് അംബേദ്കർ നമ്മുടെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് പല കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു. പ്രത്യേകിച്ചും പാർശ്വവൽകൃത ജനതയുടെ, അസ്പൃശ്യ ജനതയുടെ നേതാവെന്ന നിലയിൽ മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ മുഖ്യധാരാ രാഷ്ട്രീയത്തിന് ഉണ്ടായി. അതിന് ഒരു പ്രധാന കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിയും നയിച്ച പ്രസ്ഥാനത്തിന് അംബേദ്കർ എതിരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ബ്രിട്ടീഷ് പക്ഷപാതി എന്ന ആരോപണം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ അതൊക്കെ വലിയൊരു പിന്നോട്ടടിക്കുന്ന കാര്യമാണ്. പക്ഷെ അംബേദ്കർ അവിടെ ധീരമായി ഉറച്ചു നിന്നു. നമുക്കറിയാം, യഥാർത്ഥത്തിൽ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കടന്നുപോയാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയാലും നമുക്കറിയാം അംബേദ്കർ ഒരു കൊളോണിയൽ പക്ഷപാതി ആയിരുന്നില്ല എന്നറിയാം. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റായിരുന്നു. ഓരോ രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടയാളായിരുന്നു. ആ നിലയിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തോടായിരുന്നു ആഭിമുഖ്യമുണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അംബേദ്കർ ഒരു മുതലാളിത്ത വിരുദ്ധനായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്
ഇന്ത്യയിലെ സവർണ മുതലാളിമാരുടെ പാർട്ടിയായി ആദ്യം തിരിച്ചറിഞ്ഞതും അതിനെതിരെ തിരിച്ചറിയുക മാത്രമല്ല അതിനെതിരെ ഒരു സംഘർഷപൂർണമായ ഒരു നിലപാട് ധീരമായി കൈക്കൊണ്ടതും അംബേദ്കറാണ്. വട്ടമേശ സമ്മേളനങ്ങളിലും മറ്റ് വട്ടമേശ സമ്മേളനങ്ങളിൽ അംബേദ്കറുടെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം പുറപ്പെടുവിച്ച അഭിപ്രായങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും അംബേദ്കറെ ഒരു കൊളോണിയൽ പക്ഷപാതി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒന്നാം വട്ടമേശ സമ്മേളനം മുതൽക്ക് അതിലെല്ലാം ബ്രിട്ടീഷുകാർ വലിയ കള്ളക്കളികളാണ് നടത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ സൈഡ് ലൈൻ ചെയ്ത് ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നാടുവാഴികളെയും വർഗീയ സംഘടനകളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടത്തുന്നത്. അതിലും അംബേദ്കർ പങ്കെടുത്തിരുന്നു. കാരണം അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നയിക്കുന്നത് അന്ന് ഇന്ത്യയിലെ മുതലാളിമാരാണ്, സവർണ മുതലാളിമാരാണ്. മാത്രമല്ല, അംബേദ്കർ ഗാന്ധിയെ കണ്ടത്, ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള വൈരുദ്ധ്യം നമ്മുടെ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന വിഷയമാണ്. അത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇനിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നമുക്ക് വിപ്ലവകരമായി മുന്നോട്ട് പോകണമെങ്കിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ പ്രശ്നം. ഗാന്ധിയെ അംബേദ്കർ കണ്ടത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ്. കമ്മ്യൂണിസ്റ്റുകാരും കണ്ടത് അങ്ങനെ തന്നെയാണ്, കോൺഗ്രസ് നേതാവായിട്ടാണ്. നമ്മളിത് മനസ്സിലാക്കുന്നത് പോലെ ഗാന്ധിയിൽ ഉള്ള ഒരു മുതലാളിത്ത വിരുദ്ധൻ ഗാന്ധിയിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഇവിടുത്തെ ലെനിൻ ആദ്യകാലത്ത് പറഞ്ഞതുപോലെ ഗാന്ധി കർഷകരുടെ നേതാവായിരുന്നുവെന്നും ഒന്നും അന്ന് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അന്ന് കോൺഗ്രസ് നേതാവായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അംബേദ്കറുടെ കണ്ണിൽ ഗാന്ധി ഒരു സവർണ നേതാവാണ്, ഒരു ബ്രാഹ്മണിസത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന സവർണ നേതാവാണ്. അവരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും ഇവിടുത്തെ സവർണരുടെ കയ്യിലേക്ക് സ്വാതന്ത്ര്യം വരികയുള്ളൂ എന്നും ഇവിടുത്തെ ലക്ഷക്കണക്കായ അല്ലെങ്കിൽ കോടിക്കണക്കായ ദളിത് പിന്നോക്ക ജാതികൾ പഴയ അടിമത്തം തന്നെ അനുഭവിക്കേണ്ടി വരും, പഴയ കാലത്തെ പോലെ തന്നെ അടിമകളായിരിക്കുമെന്നും ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മാറിയാലും ഇന്ത്യൻ സവർണ മുതലാളിമാരുടെ അടിമകളായിരിക്കും ഇവിടുത്തെ അധകൃതരെന്നുള്ള തികഞ്ഞ ബോധ്യം, ആ ബോധ്യം ഏതാണ്ട് തികഞ്ഞതായിരുന്നു എന്ന് നമുക്കിപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ആ ബോധ്യം യഥാർത്ഥത്തിൽ അംബേദ്കർ ഉണ്ടായിരുന്നു. ഈ ഒരു ബോധ്യത്തിൻ്റെ പേരിലാണ് മഹാത്മാഗാന്ധിയെ ചില സന്ദർഭങ്ങളിലൊക്കെ മഹാത്മാ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അംബേദ്കർ. പക്ഷെ അങ്ങനെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഒരു സവർണ ഹിന്ദുവായിട്ട് മാത്രമാണ് ഗാന്ധിയെ അംബേദ്കർ കണ്ടിട്ടുള്ളത്. ആ നിലയിലാണ് അദ്ദേഹത്തോട് യുദ്ധം ചെയ്തത്. അത് ഇപ്പോൾ പൂനെ പാക്ടിൻ്റെ കാലം വരുമ്പോൾ നമുക്കറിയാവുന്നതാണ് ചരിത്രത്തിലത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാർ അംബേദ്കറുടെ നിലപാടിനെയാണ് അംഗീകരിച്ചത്. അതിന് മറ്റ് വിഭാഗത്ത്, കാരണം പിന്നെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് തുടങ്ങിയിട്ടുള്ള ഈ പിന്നെ ദളിത് ജാതികൾക്ക് പ്രത്യേകമായിട്ട് ഉള്ള പ്രതിനിധികളെ നിർത്താനും അവർക്ക് മാത്രം വോട്ട് ചെയ്യാനുമുള്ള മറ്റ് പൊതു വിഭാഗത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഉള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി മാറാൻ, അതായിരുന്നു അംബേദ്കർ ലക്ഷ്യം. ഇന്ത്യൻ ജനതയുടെ ഭാഗമാക്കി പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിൻ്റെ പൊതുധാരയിൽ അധകൃതരെ ലയിപ്പിക്കരുതെന്നുള്ളൊരു നിലപാട് അംബേദ്കർക്കുണ്ടായിരുന്നു. അത് അവരുടെ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് മറ്റ് ന്യൂനപക്ഷങ്ങളെപ്പോലെ മറ്റ് വിഭാഗങ്ങളെപ്പോലെ ഒരു പ്രത്യേക വിഭാഗമായി ഇവിടുത്തെ അധകൃതർ നിൽക്കണമെന്നും അങ്ങനെ ഇവിടുത്തെ സവർണർക്കെതിരായി യുദ്ധം ചെയ്ത് സമരം ചെയ്ത് അവർ ആത്മാഭിമാനം ആർജിച്ച് യഥാർത്ഥത്തിൽ ആധുനിക ജനതയായി മാറണം എന്നുള്ളതുമായിരുന്നു അംബേദ്കറുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അദ്ദേഹം അന്നത്തെ വട്ടമേശ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം പോലും അല്ല വാഗ്ദാനം ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ, ഡൊമിനിയൻ പദവിയാണ്. അതിനെ അംബേദ്കർ അംഗീകരിച്ചു. പക്ഷേ ആ അംഗീകാരത്തെയാണ് ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള ആ ഒരു വിഭാഗീയ രീതിയെയാണ്, അത് വെറും സാധാരണ റിസർവേഷനിലേക്ക് മാത്രം പോവുകയല്ല ചെയ്യുന്നത്, അത് ഒരു പ്രത്യേക വിഭജനം സൃഷ്ടിക്കും എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ നിലപാട്. എന്നാൽ ഗാന്ധി എടുത്ത നിലപാടിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ അസ്പൃശ്യ ജനത മുഴുവനും ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ്.
ഹിന്ദു മതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അസ്പൃശ്യത ഹിന്ദു മതത്തിലെ ഒരു പാപമാണ്, അതിലെ ഒരു തിന്മയാണ്. ആ തിന്മയെ പരിഹരിച്ച് അസ്പൃശ്യതയുടേതായ പാപത്തിൽ നിന്ന് ഹിന്ദുക്കൾ പുറത്തു കടക്കണമെന്നതായിരുന്നു ഗാന്ധിയുടെ സെൽഫ് പ്യൂരിഫിക്കേഷൻ, സ്വയം ആത്മശുദ്ധീകരണത്തിലൂടെ പുറത്തു കടക്കണമെന്നായിരുന്നു ഗാന്ധിയുടെ നിലപാട്. ഇതിനെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ, അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ, മറ്റു അടുത്ത കാലത്ത് തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പല ഈ സ്വത്ത് രാഷ്ട്രീയക്കാരായിട്ടുള്ള പല ആളുകളും പറയാറുണ്ട്, ഗാന്ധി ഒരു തികഞ്ഞ ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദു മതത്തിൽ നിന്ന് ഇവിടുത്തെ അധകൃതർ വിട്ടുപോയി ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു പോകും, ഹിന്ദു മതത്തിൻ്റെ ശക്തി കുറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അന്ന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന് എതിരായി നിലകൊണ്ടതെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അങ്ങനെ ആയിരുന്നോ എന്ന് നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഗാന്ധി മറ്റെല്ലാ മതവിഭാഗങ്ങളെയും ഒന്നിച്ചു ചേർക്കാൻ, സൗഹാർദ്ദം സൃഷ്ടിക്കാൻ ശ്രമിച്ചതുപോലെ അതിനപ്പുറത്തുള്ള ഒരു നിലപാട് ഗാന്ധിക്ക് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അധകൃത വിഭാഗങ്ങൾ ഹിന്ദുമതത്തിൽ നിന്ന് അകന്നുപോയി കഴിഞ്ഞാൽ, ഒരു പ്രത്യേക വിഭാഗമായി മാറി ന്യൂനപക്ഷങ്ങളെപ്പോലെ ഒരു പ്രത്യേക രാഷ്ട്രീയ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്ന ഹിന്ദുമതം എന്ത് ഹിന്ദുമതമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന് കാണുന്നത് പോലെ RSSും BJPയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെയുള്ള ഒരു സവർണ ഹിന്ദുമതമായി മാറുകയും അത് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ സവർണ രാഷ്ട്രീയ ശക്തിയാണ് എന്ന നിലയിലേക്ക് സങ്കോചിക്കുകയും ചെയ്യും. ആ വലിയ അപകടം മഹാത്മാഗാന്ധി തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ പൂനെ പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ്, ഗാന്ധി സത്യഗ്രഹം അനുഷ്ഠിച്ചു ഇതിനെതിരായിട്ട്, സെപ്പറേറ്റ് ഇലക്ട്രേറ്റിനെതിരായിട്ട്, അംബേദ്കർക്കെതിരായിട്ട്, നിലപാടിനെതിരായിട്ട് സത്യഗ്രഹം അനുഷ്ഠിച്ചു. ആ സത്യഗ്രഹം ദിവസങ്ങൾ കടന്നുപോയി, ലോകം മുഴുവനും ഗാന്ധി മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് സംശയിക്കുകയും ആ മരണത്തിൻ്റെ കുറ്റം മുഴുവൻ അംബേദ്കറിൽ അടിച്ചേൽപ്പിക്കപ്പെടുമെന്നുള്ള ആ ഒരു സ്ഥിതി വരികയും ചെയ്തു. ആ സമയത്ത് യഥാർത്ഥത്തിൽ അംബേദ്കർ കീഴടങ്ങുകയാണ് ചെയ്തത്. ആ കീഴടങ്ങിയത് അവസാനം വരെ അംബേദ്കർ തൻ്റെ നിലപാടുകളിലൊന്നും മാറ്റം വരുത്തിക്കൊണ്ടല്ല, പക്ഷേ അംബേദ്കർ ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൂനെ പാക്റ്റിൽ ഇടപെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്നത് അംബേദ്കറുടെയും ഗാന്ധിയുടെയും വ്യത്യസ്ത നിലപാടുകളാണ്. ആ വ്യത്യസ്ത നിലപാടുകൾക്ക് ഉള്ള അതിലെന്തായിരുന്നു നമ്മൾ ഇന്ന് പരിശോധിക്കുമ്പോൾ, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അടങ്ങിയിരിക്കുന്നത് ആണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, അധകൃത ജനവിഭാഗങ്ങളെ ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയർത്തിയെടുക്കുക എന്നത് അനിവാര്യമായിരുന്നു എന്നുള്ളത്, ആത്മാഭിമാനമുള്ള ഒരു ജനവിഭാഗമാക്കി ഉയർത്തിയെടുക്കുക എന്നത് അനിവാര്യമായിരുന്നു എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനുവേണ്ടിയാണ് അംബേദ്കർ നിലകൊണ്ടത്, അത് ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ ഹിന്ദുമതത്തിൽ നിന്നും അവരെ അടർത്തി മാറ്റിക്കൊണ്ട് ഒരു വർഗീയ സവർണ ഹിന്ദു ഭൂരിപക്ഷം ഉള്ള വിഭാഗമായി ഇന്ത്യയിലെ ഹിന്ദുക്കളെ മാറ്റുക എന്ന ആ അപകടത്തിൽ നിന്ന് ഇന്ത്യൻ ഭൂരിപക്ഷ സമൂഹങ്ങളെ മോചിപ്പിക്കുക എന്നുവെച്ചാൽ നമ്മൾ പറയുന്ന RSS ഹിന്ദുമതത്തിൽ നിന്ന് ഹിന്ദുമതത്തിൻ്റെ രൂപീകരണത്തെ തടയുക എന്നതായിരുന്നു ഗാന്ധിയുടെ ലക്ഷ്യം. ഇത് നമ്മളിത് രണ്ടും ഇന്ന് തിരിച്ചറിയുമ്പോൾ വാസ്തവത്തിൽ പൂനെ പാക്ട് യഥാർത്ഥത്തിൽ ഒരു സംഘർഷമായിരുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോൾ അതിൽ രണ്ടിലും ശരിയുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ്. അംബേദ്കറെ ഒരു ദളിത് നേതാവായി മാത്രം പാർശ്വവൽക്കരിക്കുന്ന പ്രവണത ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലതല്ല എന്നാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ഹിന്ദു ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഗാന്ധിയെ ഒരു ദളിത് വിരുദ്ധനായി, ഒരു സവർണ ഹിന്ദു നേതാവായി കണക്കാക്കുന്ന ആ ഒരു സമീപനവും ശരിയല്ല. ഇത് ഈ ഭൂതകാലത്തിൻ്റെ ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അത് പരിഹരിക്കുന്നതിനുള്ള ചില ആശയങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. പ്രധാനമായിട്ടും അത് വരുന്നത് അംബേദ്കറെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് പാർശ്വവൽക്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വലിയ അപകടത്തിനെ കുറിച്ചാണ്. ഗാന്ധിയുടെ കാര്യം വേറെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്.
എന്നാൽ ഈ പാർശ്വവൽക്കരണത്തിന് പ്രധാനമായും മറ്റൊരു വശം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സ്വാതന്ത്ര്യ സമരവും കോൺഗ്രസും ഗാന്ധിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അംബേദ്കറുടെ പാർശ്വവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങളാണ്. എന്നാൽ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അംബേദ്കർക്കുണ്ടായിരുന്ന വൈരുദ്ധ്യം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്നാണ് വാദിച്ചത് അംബേദ്കർ. കാരണം ഇന്ത്യയിലെ അടിസ്ഥാന വർഗങ്ങളായിട്ടുള്ള അസ്പൃശ്യ ദളിത വിഭാഗങ്ങളെ രാഷ്ട്രീയ വിമോചനത്തിൻ്റെ മുന്നണിപ്പടയായി കാണാത്ത ഒരു പ്രസ്ഥാനം യഥാർത്ഥ മാർക്സിസമല്ല എന്നാണ് അംബേദ്കർ വിശ്വസിച്ചത്. അതിന് കാരണമായി അദ്ദേഹം കണ്ടെത്തിയത് തന്നെയും ഇവിടുത്തെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അദ്ദേഹം വിളിച്ചത് ബ്രാഹ്മിൻ ബോയ്സ് എന്നാണ്. ഇന്ത്യയിൽ ബ്രാഹ്മണിസം ആധിപത്യം പുലർത്തുന്നിടത്തോളം കാലം കമ്മ്യൂണിസം നടപ്പാക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസക്കാരനായിരുന്നു അംബേദ്കർ. ഇതുപോലെ തന്നെ ഈ സമീപനം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരും അംബേദ്കറോട് കൈക്കൊണ്ടത് എന്നാലോചിക്കണം. കാരണം അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന സമീപനം തന്നെ തൊഴിലാളി വർഗ മുന്നണിപ്പടയെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. ഘട്ടം ഘട്ടമായിട്ട് പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ തൊഴിലാളി വർഗത്തിലേക്ക് വളർത്തിയെടുത്ത് വികസിപ്പിച്ചിട്ട് മുതലാളിത്തത്തിൽ നിന്ന് തൊഴിലാളി വർഗം ആവിർഭവിച്ച് ആ തൊഴിലാളികൾ മുതലാളിത്തത്തിനെതിരായി വിപ്ലവം നടത്തി സോഷ്യലിസം സ്ഥാപിക്കുന്ന ആ ഒരു പടിപടിയായ സങ്കല്പം എന്നത് വാസ്തവത്തിൽ അതൊരു യൂറോസെൻട്രിക് സങ്കല്പമാണ്. മാർക്സ് മൂലധനം എഴുതിയപ്പോൾ അതിന് മാതൃകയായി സ്വീകരിച്ച പടിഞ്ഞാറൻ യൂറോപ്യൻ മുതലാളിത്തത്തിൻ്റെ ഒരു ധാരണയാണ് അതിൽ അന്തർഭവിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ യഥാർത്ഥ സ്ഥിതിയുമായിട്ട് അതിന് ബന്ധമില്ല. അത് വളരെ പിന്നീടാണത് മനസ്സിലാക്കപ്പെടുന്നത്. ഇതൊരു ഫോം മാത്രമാണ് മാർക്സ് ആദ്യം ആവിഷ്കരിക്കുന്നതെന്നും അത് ആ യൂറോപ്യൻ മോഡൽ അല്ല ലോകത്ത് മുഴുവൻ നടപ്പാക്കേണ്ടതെന്നും അതുപോലെ നടപ്പാക്കേണ്ടതല്ലെന്നും ലോകം മുഴുവനും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കാര്യമാണെന്നും ഇത് പ്രത്യേകിച്ചും സ്റ്റാലിൻ്റെ കാലത്ത് സോവിയറ്റ് പാർട്ടിയിൽ തീരെ തിരിച്ചറിയപ്പെടാതെ പോയ ലെനിൻ്റെ കാലത്തൊക്കെ അതിലെ പരീക്ഷണാത്മകത ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റാലിൻ്റെ കാലം വന്നപ്പോഴത്തേക്കും ഈ യൂറോസെൻട്രിക് സമീപനം ഏതാണ്ട് ദൃഢമായി തീരുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മാർക്സിസം വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള അംബേദ്കർക്ക് ഇന്ത്യൻ മാർക്സിസ്റ്റുകളുമായി യോജിക്കാൻ കഴിയാതെ പോയത്, ഇന്ത്യൻ യൂറോസെൻട്രിക് സമീപനവുമായി. അത് അംബേദ്കറുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അതൊരു സവർണ കമ്മ്യൂണിസ്റ്റ് സമീപനമാണ്. കാരണം ഇവിടുത്തെ അധകൃതരും ദളിതരുമായ വിഭാഗങ്ങളെ ഉൾപ്പെടുത്താതെയുള്ള ഒരു പ്രസ്ഥാനം എങ്ങനെ ഇന്ത്യയെ മോചിപ്പിക്കും, ഇന്ത്യയിൽ സോഷ്യലിസം കൊണ്ടുവരും എന്ന ചോദ്യമാണ് അംബേദ്കർ ഉന്നയിച്ചത്. ഇത് ബോംബെയിലെ ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളുമായിട്ട് ഈ സംഘർഷം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും അംബേദ്കറും തമ്മിലുള്ള സംഘർഷം വളരെ കൂടുതലായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഡാംഗെ അന്ന് ബോംബെയിലെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിച്ച അംബേദ്കർക്കെതിരെയായിട്ടാണ്. അന്ന് വളരെ പ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട് ഡാംഗയുടെ. നിങ്ങൾ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ വോട്ട് വേസ്റ്റാക്കിയാൽ പോലും, മറ്റാർക്കെങ്കിലും വോട്ട് ചെയ്താൽ പോലും ഒരു കാരണവശാലും അംബേദ്കർക്ക് വോട്ട് ചെയ്തു പോകരുത് എന്നാണ് പറഞ്ഞത്. ഇത്ര തുറന്ന സംഘർഷം ആണ് അംബേദ്കർക്ക് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മളിത് പരിശോധിക്കുമ്പോൾ അംബേദ്കറുടെ കൃതികളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം സൂക്ഷ്മമായി എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അംബേദ്കർ എത്ര വലിയൊരു മാർക്സിസ്റ്റ് ആയിരുന്നു. മാർക്സ് ആൻഡ് ബുദ്ധ ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെ ഉണ്ട്. പിന്നെ നിരവധി പരാമർശങ്ങൾ സോഷ്യലിസത്തെയും ജനാധിപത്യത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ. അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം എത്ര വലിയൊരു മാർക്സിസ്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ അംബേദ്കറുടെ ആ മഹത്വം, ഈ തിരിച്ചറിവ് മനസ്സിലാക്കണം. അല്ല, ഇടയ്ക്കൊരു കാര്യം പറഞ്ഞിട്ട് അന്ന് എം എൻ റോയി വേഷപ്രച്ഛന്നനായി വന്ന് അംബേദ്കറെ കാണുകയുണ്ടായി. ഒരു ബംഗാളി മുസ്ലിമിൻ്റെ വേഷത്തിൽ വന്ന് അംബേദ്കറോട് സംസാരിക്കുകയുണ്ടായി. പക്ഷേ അംബേദ്കർക്ക് അന്നത്തെ ആ യാന്ത്രിക നിലപാടുകളോടൊന്നും തന്നെ യോജിക്കാൻ കഴിയുമായിരുന്നില്ല. എം എൻ റോയ് പോയി കഴിഞ്ഞപ്പോൾ അടുത്തിരുന്ന സുഹൃത്തിനോട് പറയുകയും ചെയ്തു, ഇതൊരു വേഷപ്രച്ഛന്നനാണ് ഈ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു. വർത്തമാന ലോകരാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ആ പഴയ ആശയ സംഘടനകളെ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, അംബേദ്കറുടെ മാർക്സിസത്തോടുള്ള സമീപനം
എത്ര ശരിയായിരുന്നു എന്നുള്ളതാണ്. അതിന് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ മാർക്സിസത്തെക്കുറിച്ച് തന്നെയുള്ള യൂറോസെൻട്രിക് നിലപാടിന് വിരുദ്ധമായി മാർക്സ് തന്നെ കൈക്കൊണ്ട സമീപനങ്ങൾ. പ്രത്യേകിച്ചും മാർക്സ് അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നത്തിൽ മാർക്സ് ഇടപെട്ട ഒരു രീതിയുണ്ട്. അതായത് മാർക്സിൻ്റെ വർഗ വംശ ബന്ധത്തിൻ്റെ പ്രശ്നം, അടിമകളുടെ പ്രശ്നത്തെ മാർക്സ് ഒരു പ്രാങ് മുതലാളിത്ത പ്രശ്നമായിട്ടല്ല കണ്ടത്. മറ്റു പിന്നീട് ലോകത്ത് കമ്മ്യൂണിസ്റ്റുകൾ യാന്ത്രികമായി സമീപിച്ചതുപോലെ സോഷ്യലിസം വന്ന് സോഷ്യലിസത്തിന് ശേഷം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രാങ് മുതലാളിത്ത പ്രശ്നമായിട്ടല്ല മാർക്സ് അമേരിക്കൻ അടിമത്ത പ്രശ്നത്തെ കണ്ടത്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് മാർക്സ് നിയോ ട്രിബ്യൂണിലും ഡി പ്രസ്സിലും എഴുതിയിട്ടുള്ള നിരവധി ലേഖനങ്ങളുണ്ട്. അന്ന് യഥാർത്ഥത്തിൽ അത് യൂറോപ്പിലെ സോഷ്യൽ ഡെമോക്രാറ്റുകൾ തന്നെ മാർക്സിൻ്റെ ആ സമീപനത്തിനെതിരായിരുന്നു. പക്ഷെ മാർക്സ് ശക്തിയായി തന്നെ നിലകൊള്ളുകയും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്റർനാഷണൽ പ്രമേയങ്ങൾ പാസ്സാക്കുകയും എബ്രഹാം ലിങ്കന് കത്തുകൾ അയക്കുകയും ഒക്കെ ചെയ്തത്. അതിൽ മാർക്സ് കൈക്കൊണ്ട സമീപനം യഥാർത്ഥത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒന്നാണ്. ഈ വംശ വർഗ പ്രശ്നത്തെ, അത് നമ്മൾ ഇന്ത്യയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജാതി വർഗ പ്രശ്നത്തെ മാർക്സ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് മാർക്സിന്റെ നിലപാടിന്റെ അടിസ്ഥാനം പിറളിതായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കറുത്തവർ തൊഴിലാളി വർഗത്തിനും മേലെയുള്ള തൊഴിലാളി വർഗമാണ് എന്നുള്ളതാണ്. അതിന് ബ്ലാക്ക് ലേബറിന്റെ മോചനത്തിലൂടെ മാത്രമേ വൈറ്റ് ലേബറിന് മോചനമുള്ളൂ എന്നാണ്. വെളുത്ത തൊഴിലാളി വർഗത്തിന് മാർക്സ് മൂലധനത്തിൽ മാതൃകയാക്കി എടുത്തിരിക്കുന്ന യൂറോപ്യൻ തൊഴിലാളി വർഗത്തിന്റെ മോചനം പോലും അമേരിക്കയിലെ കറുത്ത തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ്. ഇത് നിരവധി വിശദീകരിച്ച് മാർക്സ് എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പിന്നീട് മാർക്സിസത്തെക്കുറിച്ചുണ്ടായിട്ടുള്ള പ്രാങ് മുതലാളിത്ത സാമൂഹ്യ പ്രശ്നങ്ങളെ സോഷ്യലിസം വന്ന് പരിഹരിക്കേണ്ടതാണെന്നുള്ള സങ്കല്പം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ എടുത്തതുപോലെയുള്ള സങ്കല്പമല്ല മാർക്സ് കൈക്കൊണ്ടത്. ഈ സമീപനം തന്നെയാണ് ഇന്ത്യൻ ജാതി വർഗ പ്രശ്നത്തിലും യഥാർത്ഥത്തിൽ അംബേദ്കർ ഈ മാർക്സിന്റെ ട്രിബ്യൂൺ ലേഖനങ്ങളൊന്നും വായിക്കാതെ തന്നെ സ്വന്തം അനുഭവത്തിലൂടെ അംബേദ്കർ ഉൾക്കൊണ്ടത് എന്നുള്ളതാണ് അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യം. ഇന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഒരു പ്രത്യേക മോഡൽ വെച്ചിട്ടല്ല വിമോചനത്തിന്റെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത്, ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ വിവരം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ അംബേദ്കർ സ്റ്റാലിനെ തന്നെ നേരിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അന്നത് പല എതിർപ്പുകളും കാരണം സാധിക്കാതെ പോയതാണ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ മാർക്സിസത്തിന്റെ നിലപാടുകളുമായി, മാർക്സിസത്തിന്റെ അടിസ്ഥാന വിമോചന സങ്കല്പങ്ങളുമായി അംബേദ്കർ എതിരായിരുന്നില്ല എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചാൽ പഴയ ശത്രുതയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിയുമായിട്ടുള്ള വൈരുദ്ധ്യം, കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള വൈരുദ്ധ്യം, അതൊന്നും ഇന്ന് പ്രശ്നമല്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഏറെക്കുറെ കമ്മ്യൂണിസ്റ്റുകൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടു എന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ വർത്തമാന സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ പുതിയ തരത്തിൽ ഈ കാര്യങ്ങളെയൊക്കെ വിശകലനം ചെയ്യാനും സമീപിക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട് എല്ലാ പുരോഗമന ശക്തികളെയും എന്ന യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ അംബേദ്കറെ സമീപിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ അംബേദ്കറുടെ മരണശേഷം അംബേദ്കറിസത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം കൂടി നാം ഈ പശ്ചാത്തലത്തിൽ പരിശോധിക്കേണ്ടതാണ്. അവിടെ വെച്ചിട്ടാണ് അംബേദ്കറുടെ മരണശേഷം ഈ പറഞ്ഞ വിധത്തിൽ ഗാന്ധിയുമായിട്ടുള്ള അംബേദ്കറിന്റെ അകൽച്ച കൂടുതൽ വലുതാക്കി തീർക്കാനാണ് അനുയായികൾ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ മാർക്സിസവുമായി, വർഗസമരത്തിന്റെ പ്രശ്നവുമായി, സ്വത്വവാദത്തെ അകറ്റി നിർത്താൻ, വർഗ സ്വത്വ വൈരുദ്ധ്യം വിരുദ്ധങ്ങളായ പ്രശ്നങ്ങളായി, ജാതി വർഗ പ്രശ്നത്തെ വിരുദ്ധ പ്രശ്നങ്ങളായി പരസ്പരം യോജിപ്പിക്കാൻ കഴിയാത്ത പ്രതിഭാസങ്ങളാക്കി മാറ്റുന്നതിൽ, ഈ വിധത്തിൽ കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി തീർക്കുന്നതിലാണ് പിന്നീട് അംബേദ്കറുടെ അനുയായികളുടെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, അംബേദ്കർക്ക് ശേഷം അംബേദ്കർ പ്രസ്ഥാനം തന്നെ രണ്ടായി തിരിഞ്ഞു. എസ് ഇ കാംബ്ലെയുടെ നേതൃത്വത്തിൽ അംബേദ്കർ പ്രസ്ഥാനം ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു. പിന്നീട് അംബേദ്കർ
ഭരണഘടന എഴുതിയതോടുകൂടി പിന്നീട് വിപ്ലവകരമായ സമരങ്ങളൊന്നും ആവശ്യമില്ല, എല്ലാവരും ഇതനുസരിച്ച് പോയാൽ മതി എന്നുള്ളൊരു സങ്കല്പമായിരുന്നു കാംബ്ലെ ഫാക്ഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ദാദാസാഹിബ് ഗെയ്ക്വാഡിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു വിഭാഗം കുറെ കൂടി അംബേദ്കറുടെ നിലപാടുകളുമായിട്ട് അടുത്തവരായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഭൂസമരം തുടങ്ങിയ കാര്യങ്ങൾ അവരാണ് മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ അതൊക്കെ പിന്നീട് വളരെ ഗെയ്ക്വാഡിന്റെ പ്രസ്ഥാനം ക്രമേണ ശക്തി കുറഞ്ഞു പോവുകയും പിന്നീട് ഈ കാംബ്ലെ ഫാക്ഷനുമായി ബന്ധപ്പെട്ട, അതായത് കൂടുതൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള സമീപനവും ഗാന്ധി വിരുദ്ധമായ സമീപനങ്ങളും ശക്തിപ്പെട്ടു വരുന്ന ഒരു മൂവ്മെന്റ് ആയിട്ടാണ് പിന്നീട് ഇത് വരുന്നത്. ഇതൊക്കെ ഈ അന്തരീക്ഷമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അംബേദ്കറുടെ പാർശ്വവൽക്കരണത്തെ, അംബേദ്കറുടെ യഥാർത്ഥ വിപ്ലവകരമായ ലക്ഷ്യങ്ങളെ പിന്നോട്ടടിക്കുന്നതിൽ നിന്നാണ് സഹായിച്ചിട്ടുള്ളത്. മറ്റു മുഖ്യധാരയിലെ എല്ലാ ആശയങ്ങളും മുഖ്യധാരയിലെ രാഷ്ട്രീയ പ്രവണതകളിൽ നിന്ന് അംബേദ്കറെ മാറ്റി നിർത്തുന്നതിനാണ് അതൊക്കെ സഹായിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അംബേദ്കർ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് റാം മനോഹർ ലോഹിയുമായിട്ട് വലിയൊരു സംവാദം അംബേദ്കർ നടത്തുന്നുണ്ട്. റാം മനോഹർ ലോഹി, അതായത് സ്വാതന്ത്ര്യ ലബ്ധിയെ തുടർന്ന് ഗാന്ധി സ്വാതന്ത്ര്യാഘോഷങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അടുത്തുണ്ടായിരുന്നത് ജയപ്രകാശ് നാരായണനും ലോഹിയുമൊക്കെയാണ് ഗാന്ധിയോടൊപ്പം നിന്നിരുന്നത്. അക്കാലത്ത് അവര് പുതിയ പൂർണ്ണ സ്വരാജിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചത്. ഇത് വെറും പാർലമെന്ററി സ്വരാജാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, അധികാര കൈമാറ്റം. പൂർണ്ണ സ്വരാജിന്റെ സമരങ്ങൾ ഇനിയും തുടരേണ്ടിയിരിക്കുന്നുവെന്നും അതിന് അധകൃത വിഭാഗങ്ങളെ ഇതിലേക്ക് പുതിയ മൂവ്മെന്റിലേക്ക് കൊണ്ടുവരികയാണ് ആവശ്യമെന്നും ആണ് അവരന്ന് കണ്ടെത്തിയത്. ഇതിന്റെ ഫലമായിട്ടാണ് റാം മനോഹർ ലോഹിയ അംബേദ്കറെ ബന്ധപ്പെടുന്നതും അംബേദ്കറുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. പക്ഷെ ആ ചർച്ചകൾ അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഗാന്ധി കൊല്ലപ്പെടുന്നു. അതിനുശേഷവും അവർ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അന്ന് അംബേദ്കറോട് ലോഹ്യ പറയുന്നുണ്ട്, ഇനി ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇനി നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് വരണം, നിങ്ങൾ ഗാന്ധിയുടെ കസേരയിലേക്കാണ് വരേണ്ടത്, ഗാന്ധിയുടെ സ്ഥാനം ഏറ്റെടുക്കണം വന്നിട്ട്. അങ്ങനെ ഇവിടുത്തെ അധകൃതരുടെയും കർഷകരുടെയും കൈവേലക്കാരുടെയും എല്ലാം നേതാവായി നിങ്ങൾ അടുത്ത പുതിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകണം എന്ന് പറയുകയുണ്ടായി. ആ കൂടിയാലോചനകൾ പിന്നെ അധികം മുന്നോട്ട് പോയില്ല. അംബേദ്കർ മരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ വ്യക്തികൾ, ഗാന്ധിയും അംബേദ്കറും ഒക്കെ മരിച്ചുപോയെങ്കിലും അവർ മുന്നോട്ട് വെച്ച പുതിയ രാഷ്ട്രീയം, അതാണ് നമ്മൾ ഇന്ന് എത്തിപ്പിടിക്കേണ്ടത്. ആ രാഷ്ട്രീയമാണ് ഇന്ന് നാടിന് ആവശ്യം. അംബേദ്കർ തിരിച്ചറിഞ്ഞിരുന്ന മാർക്സ്, അതായത് കറുത്തവന്റെ മോചനത്തിലൂടെ മാത്രമേ തൊഴിലാളി വർഗത്തിന് മോചനമുള്ളൂ എന്ന് ദൃഢമായി പ്രഖ്യാപിച്ച മാർക്സ്, അതുപോലെ തന്നെ ഇത് പൂർണ്ണ സ്വരാജല്ല, ഇത് മുതലാളിമാരുടെ സ്വരാജാണ്, ഇവിടെ പൂർണ്ണ സ്വരാജ് വരുമ്പോൾ ഇവിടെ അധകൃതന്റെ സ്വരാജ് മോചനം സാധിക്കുന്നു എന്ന് പറഞ്ഞ ഗാന്ധി, ഇതിനെല്ലാം വേണ്ടി നിലകൊണ്ട അംബേദ്കർ, ഇവരുടെയൊക്കെ ഒരു പഴയ വൈരുദ്ധ്യങ്ങളിൽ നിന്ന്, പഴയ ചരിത്രത്തിൻ്റെ സ്വാഭാവികമായ സംഘർഷങ്ങളിൽ നിന്ന് രൂപപ്പെട്ട വൈരുദ്ധ്യങ്ങൾ നമ്മൾ പരിഹരിക്കുകയും അവരെ മുന്നിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ, ഇന്ന് ഇന്ത്യയിലെ ഈ നവഫാസിസ്റ്റ് ഭരണത്തിനെതിരായി ഇന്ത്യയിലെ ജനങ്ങൾ സമരരംഗത്തേക്ക് വരുമ്പോൾ അവർ എന്തുകൊണ്ട് മാർക്സിന്റെ സ്ഥാനത്ത് ഭഗത് സിംഗിനെയും അംബേദ്കറെയും ഗാന്ധിയെയും മുന്നിൽ കൊണ്ടുവരുന്നു, അവരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് സമരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ വിധത്തിലുള്ള പുനഃപരിശോധനകൾ നമുക്ക് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രധാനമായും പരിശോധിക്കാനുള്ളത് ഈ വംശവർഗ ബന്ധത്തെ സംബന്ധിച്ചുള്ള മാർക്സിൻ്റെ നിലപാടുകളുടെ സ്പിരിറ്റിനെ അംബേദ്കർ പിന്തുടരുന്നു എന്നതാണ്. അങ്ങനെ പിന്തുടർന്ന അംബേദ്കറുടെ സമീപനത്തെ മുൻനിർത്തിക്കൊണ്ട് സമീപകാല ഇന്ത്യയിലെ വർഗസമരത്തിൻ്റെ പ്രശ്നത്തെ നമുക്ക് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് അടിയന്തരാവസ്ഥ, ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾ പ്രധാനമായിട്ടും
മണ്ഡൽ കമ്മീഷനും ദളിത് പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് ഉയർന്നു വന്നിട്ടുള്ള പിന്നോക്ക ദളിത് ജാതികളുടെ ഉയർന്നു വരും ഏതാണ്ട് 2010 ശക്തി ആർജിച്ച ഒരു മൂവ്മെൻ്റാണ്. അംബേദ്കറുടെ വർഗ ജാതി സങ്കല്പത്തെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലുണ്ടായ വർഗസമരത്തിൻ്റെ ഒരു ഉയർന്ന രൂപമായിരുന്നു അതെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവർ പറയുന്നത് പോലെ സ്വത്ത് രാഷ്ട്രീയക്കാർ പറയുന്നത് പോലൊരു നിലപാടായിരുന്നില്ല അംബേദ്കറുടേത്. വർഗവും ജാതിയും വിരുദ്ധങ്ങളാണെന്നുള്ളൊരു സമീപനം അംബേദ്കർക്ക് ഉണ്ടായിരുന്നില്ല. ജാതി എന്ന് പറഞ്ഞത് അടഞ്ഞ വർഗമാണ്. കാസ്റ്റ് ഈസ് എൻക്ലോസ്ഡ് കാസ്റ്റ് എന്നുള്ള കാസ്റ്റ് ഈസ് എൻക്ലോസ്ഡ് ക്ലാസ്. അടഞ്ഞ വർഗമാണ് ജാതിയായി തീർന്നിരിക്കുന്നതാണ്. അങ്ങനെ അത് തമ്മിലൊരു വൈരുദ്ധ്യമല്ല ഉള്ളത്, അതിൻ്റെ ഫോമിൽ ഉള്ള വ്യത്യാസങ്ങളാണ്. ഈ വിധത്തിൽ ജാതിയെയും വർഗത്തെയും വിരുദ്ധങ്ങളായി പ്രതിഷ്ഠിക്കുന്ന ആ സമ്പ്രദായത്തിൽ പരമ്പരാഗത മാർക്സിസ്റ്റുകളുടെയും ദളിത് പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അംബേദ്കറുടെ സമീപനം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ദളിത് പിന്നോക്ക പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ത്യൻ വർഗസമരത്തിൻ്റെ ശക്തമായൊരു മുന്നോട്ടുവരവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് പറയാൻ കാരണം അക്കാലത്ത് ഉയർന്നു വന്ന ഇന്ത്യൻ അടിസ്ഥാന വർഗങ്ങളുടെ ജാതിയുടെ രൂപത്തിലുള്ള ഉയർച്ച കണ്ടിട്ട് അത് യഥാർത്ഥത്തിൽ അതിൻ്റെ അപകടം ആദ്യം മനസ്സിലാക്കിയത് ഇന്ത്യൻ ഭരണവർഗങ്ങളാണ്. അതുകൊണ്ടാണ് അവർ ഇവിടുത്തെ പ്രതിലോമ ശക്തികളെ മുഴുവനും മുന്നിൽ നിർത്തിക്കൊണ്ട് അതിനെ നേരിടാൻ ശ്രമിച്ചത്. BJP ഏറ്റവും ശക്തിയായി ആ പ്രതിലോമ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തു. എന്തിനു വേണ്ടി? ഈ ഉയർന്നു വന്ന അടിസ്ഥാന വർഗ മുന്നേറ്റത്തെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ്. അവർ അദ്വാനിയുടെ നേതൃത്വത്തിൽ അതിനെ തകർക്കുന്നതിനായിട്ട് ഒരു രഥയാത്ര സംഘടിപ്പിച്ചു. പുതിയ തരത്തിലുള്ള ഒരു ആക്രമണോത്സുകമായ ഹിന്ദുത്വ പ്രതീകങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ആ രഥയാത്ര. ആ രഥയാത്ര ഈ ദളിത് പ്രസ്ഥാനങ്ങളുടെ നെഞ്ചിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതിനെ തകർക്കാൻ വേണ്ടിയായിരുന്നു. അത് തകരുകയും ചെയ്തു. ആ യാത്ര മുതൽക്ക് ബാബറി മസ്ജിദിൻ്റെ തകർച്ച വരെ നീളുന്നൊരു ചരിത്രമുണ്ട് ആ യാത്രയ്ക്ക്. അത് ശിഥിലമാക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആ വർഗസമരത്തിൻ്റെ വർഗപരമായ ഏറ്റുമുട്ടലിൽ ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികളുടെ സഹായത്തോടുകൂടി ഭരണവർഗങ്ങൾ വിജയിച്ചതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും തുടരുകയാണ്. ഈ സ്ഥിതിയിൽ വീണ്ടും നമ്മൾ അംബേദ്കറുടെ വർഗസമര സമീപനത്തെ വിലയിരുത്തുകയാണെങ്കിൽ ഇന്നിപ്പോൾ ആ ഇന്ത്യയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ജനവിരുദ്ധമായ നിരവധി നയങ്ങൾ, ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം മുതൽക്ക് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന കർഷക വിരുദ്ധ ബില്ലുകൾ വരെ, കർഷക വിരുദ്ധ നിയമങ്ങൾ വരെ, ഏതാണ്ട് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയിരുന്ന കർഷക വിരുദ്ധ നിയമങ്ങൾക്ക് ഒരു ആഗോള മുതലാളിത്ത കാലത്ത്, കോർപ്പറേറ്റ് മുതലാളിത്ത കാലത്തിൻ്റെ രൂപമാണ് ഇപ്പോഴത്തെ ഈ ബില്ലെന്ന് പറയുന്നത്. വീണ്ടും അതുകൊണ്ട് കർഷകർ വീണ്ടും ഇപ്പോൾ രംഗത്താണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തര കാലത്തെ വർഗസമരത്തിൻ്റെ മറ്റൊരു ഘട്ടമാണിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ സമയത്ത് അംബേദ്കറുടെ വർഗ ജാതി ബന്ധത്തെക്കുറിച്ചുള്ള അംബേദ്കറുടെ കണ്ടെത്തലുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സമരങ്ങളിൽ അംബേദ്കറുടെ വീക്ഷണങ്ങൾക്ക്, മാർക്സിസത്തെക്കുറിച്ചും വർഗത്തെക്കുറിച്ചും ഇന്ത്യൻ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം കണ്ടെത്തിയ പ്രധാനമായിട്ടുള്ള ദർശനങ്ങൾക്കും ഒക്കെ വളരെയധികം പ്രസക്തിയുള്ള ഒരു സന്ദർഭമാണിത്. അത്തരത്തിൽ ഉള്ള ഒരു വിശകലനവും പരിശോധനയും അടിയന്തരമായിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. വളരെ വിശദമായി പരിശോധിക്കേണ്ടതും വളരെ വിശദമായി അവതരിപ്പിക്കേണ്ടതുമായൊരു വിഷയമാണിത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒതുക്കി പറയാനാണ് ഞാനിത് ശ്രമിച്ചത്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.